ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. മാത്രമല്ല ഇതൊരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായി കണ്ടാൽ ഞാൻ ഉറപ്പ് ഗ്യാരണ്ടി തരുന്നു, നിങ്ങളിൽ ആർക്കാണ് മേക്കപ്പ് ചെയ്യാൻ അറിയാത്തത് അവർക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലൂടെ മേക്കപ്പ് പഠിക്കാൻ പറ്റും. തുടക്കക്കാർക്കാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഓക്കെ അല്ലേ? അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ. മേക്കപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫേസ് നല്ലപോലെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിരിക്കണം. അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ക്ലെൻസിങ് ആണ്. ഏതെങ്കിലും ഒരു ക്ലെൻസിങ് മിൽക്ക് കൊണ്ട് നല്ലപോലെ ക്ലെൻസ് ചെയ്യുക ഫേസ്. ഞാൻ നേരത്തെ ക്ലെൻസ് ചെയ്തു. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വൈപ്സ് കൊണ്ട് നല്ലപോലെ എന്തെങ്കിലും ഇനി എക്സ്ട്രാസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. മാത്രമല്ല എൻ്റെ കണ്ണിൻ്റെ അടുത്ത് ചെറുതായിട്ട് കൺമഷി ഉണ്ടായിരുന്നു, അതും കൂടി കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ക്ലെൻസിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ടോണർ കൊണ്ട് നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫേസിൽ. ടോണർ ഫേസിലോട്ട് അബ്സോർവ് ആയതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട്. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് എന്തിനെന്ന് വെച്ചാൽ നമ്മൾ ഫൗണ്ടേഷൻ കൺസീലറൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളെ ഫേസ് മോയ്സ്ചേർഡ് ആയാൽ മാത്രമേ ഈ ഫൗണ്ടേഷനും കൺസീലറൊക്കെ നല്ലപോലെ ബ്ലെൻഡ് ആവും, നമുക്ക് നല്ലൊരു ഫ്ലോലെസ് ആയ മേക്കപ്പ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യുന്നത്. ഡ്രൈ സ്കിന്നുകാർ എന്തായാലും മോയ്സ്ചർ ചെയ്യണം. ഓയിലി സ്കിന്നുകാർ പിന്നെയും കുഴപ്പമില്ല, എന്നാലും എല്ലാ സ്കിന്നുകാരും മോയ്സ്ചറൈസ് ചെയ്തതിന് ശേഷം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് സെറ്റാഫീലിൻ്റെ മോയ്സ്ചറൈസറാണ്. ഓയിലി സ്കിന്നുള്ളവർ വേറൊരു മോയ്സ്ചറൈസർ വാങ്ങുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ന്യൂട്രിഡേമിൻ്റെ ഒക്കെ മോയ്സ്ചറൈസർ എല്ലാ സ്കിന്നുകാർക്കും പറ്റിയതാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഞാനിപ്പോൾ യൂസ് ചെയ്ത സെറ്റാഫീലിൻ്റെ മോയ്സ്ചറൈസർ നല്ലതായിരിക്കും. കുറച്ച് ഗ്ലോ കാണാനും ഈ ഒരു മോയ്സ്ചറൈസർ ഹെൽപ്പ് ചെയ്യും നമുക്ക്. അപ്പോൾ ഞാൻ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫേസിലോട്ട്. അതൊന്ന് അബ്സോർവ് ആയതിന് ശേഷം ഞാൻ ഫേസ് ഒന്ന് ഹൈഡ്രേറ്റിംഗ് ആവാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഗ്ലാസ് ഗ്ലോ ലുക്ക് ഫേസിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇബ കോസ്മെറ്റിക്കിൻ്റെ ഒരു സിറാണ് യൂസ് ചെയ്യുന്നത്. തുടക്കക്കാരായ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. കുറച്ചും കൂടി ഗ്ലോ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യുകയും ചെയ്യാം. ഇതൊക്കെ ഓപ്ഷണലാണ്. ഞാൻ ഫേസിൽ കുറച്ച് ഗ്ലോ ആഗ്രഹിക്കുന്ന ആളാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ സിറം അപ്ലൈ ചെയ്യുന്നത്. സിറം ഞാൻ മിക്ക ദിവസവും പുറത്തേക്ക് പോകുമ്പോൾ അപ്ലൈ ചെയ്യാറുണ്ട്. കാരണം എനിക്ക് ഡ്യൂയി ഗ്ലോയി ഫേസ് മേക്കപ്പ് ലുക്കാണ് ഇഷ്ടം, അതുകൊണ്ടാണ്. അപ്പോൾ ഈ തുടക്കക്കാരായ നിങ്ങളിൽ ആർക്കെങ്കിലും ഡ്യൂയി ഗ്ലോയി മേക്കപ്പ് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. സിറം അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. സൺസ്ക്രീൻ എല്ലാവരും മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം. ഇപ്പോൾ എന്തായാലും നല്ല ചൂടല്ലേ, ചൂട് കാലത്തൊക്കെ എന്തായാലും അപ്ലൈ ചെയ്യണം. ചൂടല്ലാത്ത കാലത്ത്, നമ്മുടെ തണുപ്പ് കാലത്തൊക്കെ വെയിലില്ലാത്ത സമയത്ത് ഞാൻ ഉദ്ദേശിച്ചത്, ആ സമയത്തൊക്കെ സൺസ്ക്രീൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഞാൻ ഇന്ന് 3 ഫിംഗർ റൂളിലാണ് ചെയ്യുന്നത്. മുമ്പേ ഞാൻ സിറം ഒക്കെ അപ്ലൈ ചെയ്തത് കൊണ്ട് എൻ്റെ കൈ വഴുതുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് പ്രസ് ചെയ്യുമ്പോൾ ക്രീം വരാഞ്ഞത്. ഇത് ന്യൂട്രി ഗ്ലോയുടെ നല്ലൊരു സൺസ്ക്രീനാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ സൺസ്ക്രീൻ. വൈറ്റ് കാസ്റ്റ് നിങ്ങൾക്ക് ആദ്യം തോന്നുമെങ്കിലും നമ്മൾ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം വൈറ്റ് കാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. നല്ലപോലെ അപ്ലൈ ചെയ്യുക, അപ്പോൾ ഒന്നും വൈറ്റ് കാസ്റ്റ് ഒന്നും ഫേസിൽ ബാക്കി ഉണ്ടാവില്ല. നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണേ. നിങ്ങൾ കഴുത്തിലും ചെവിയിലും ഒക്കെ കൊടുക്കണം. ഞാനിപ്പോൾ ഫേസിൽ മാത്രമേ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുള്ളൂ. എനിക്കിവിടെ പുറത്തൊന്നും പോകാനില്ല. നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാത്തത്. നിങ്ങൾ പുറത്ത് പോകുമ്പോൾ എന്തായാലും കഴുത്തിലും ചെവിയിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. സൺസ്ക്രീൻ മാത്രമല്ല, യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സും. അതിനുശേഷം നമുക്കൊരു പ്രൈമർ അപ്ലൈ ചെയ്യാം. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ഇല്ലുമിനേറ്റിംഗ് പ്രൈമറാണ്. പ്രൈമർ അപ്ലൈ ചെയ്യുന്നത് എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആവാനും സോഫ്റ്റ് ആവാനും ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുന്നത്. സ്വിസ് ബ്യൂട്ടീൻ്റെ ഈ ഒരു പ്രൈമർ നല്ല ഗ്ലോയി ഡ്യൂയി ലുക്ക് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുപോലുള്ള ലുക്ക് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു പ്രൈമർ ട്രൈ ചെയ്യാം, അടിപൊളിയാണ്. ഫേസിലുള്ള പോൾസൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ പ്രൈമർ അപ്ലൈ ചെയ്യുന്നത്.
പിന്നെ ഒരു ലിപ് ബാം നമുക്ക് ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ലിപ്സ്റ്റിക്ക് ഇടുന്ന ആ സമയം ആകുമ്പോഴേക്കും നമ്മൾ ലിപ്പ് നല്ലൊരു സോഫ്റ്റായി കിട്ടും. ഡ്രൈ ആയിട്ടുള്ള ലിപ്സൊക്കെ ആണെങ്കിൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ലിപ് ബാം യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഐബ്രോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പാലറ്റ് വാങ്ങി വെക്കുക, അല്ലെങ്കിൽ ഒരു ഐബ്രോ പെൻസിലായാലും വാങ്ങി വെക്കുക. ഇപ്പം അഫോർഡബിൾ ആയിട്ടുള്ള ഒരുപാട് പാലറ്റും പെൻസിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു ബ്രഷ് ഞാൻ വേറെ തന്നെ വാങ്ങിയതാണ്, പക്ഷേ ഐബ്രോ പാലറ്റിൽ നിങ്ങൾക്ക് ബ്രഷും സ്പൂലിയും കിട്ടും. അപ്പോൾ ഫസ്റ്റ് തന്നെ സ്പൂലി യൂസ് ചെയ്തിട്ട് പിരികം ചീകി കൊടുക്കുക. ഒരു കാര്യം ചെയ്യാം, ഞാൻ അടുത്ത വീഡിയോ അല്ലെങ്കിൽ നെക്സ്റ്റ് എനിക്ക് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് ഐബ്രോ നല്ല വൃത്തിയായിട്ട് ഫില്ല് ചെയ്യാം എന്നുള്ള വീഡിയോ, ലോങ് വീഡിയോ ഇടാം. നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഐബ്രോ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇത് ഞാൻ കുറച്ച് ദൂരത്തുനിന്ന് അങ്ങനെ ക്ലിയറായിട്ട് പറഞ്ഞു തരുന്നില്ല, അടുത്തത് നല്ല ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞു തരാം. പിരികം വരക്കാൻ അറിയാത്ത എല്ലാവർക്കും ആ ഒരു വീഡിയോ യൂസ്ഫുള്ളാവും. അപ്പോൾ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കാണാൻ മറക്കല്ലേ. അപ്പോൾ പിരികം ഫില്ല് ചെയ്താൽ തന്നെ അടിപൊളിയാവും നിങ്ങളെ ഫേസ്. ഞാൻ എൻ്റെ വീഡിയോസിലും അത് തന്നെയാണ് പറയുന്നത്. പിരികം കണ്ടോ, ഇപ്പുറത്തെ പിരികം അപ്പുറത്തെ പിരികം തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ പിരികം ഫില്ല് ചെയ്താൽ തന്നെ മുഖത്ത് വേറെ തന്നെ ഒരു ഭംഗി വരും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മുമ്പൊന്നും ഞാനും ഫില്ല് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ പോകെയാണ് ഞാനും ഫില്ല് ചെയ്യാൻ തുടങ്ങിയത്. ഫില്ല് ചെയ്തപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി ഫേസിൽ വരുന്ന മാറ്റം. പിന്നെ ഞാൻ ഇന്നും ഫില്ല് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഫില്ല് ചെയ്യാതെ ഞാൻ എവിടെയും പോവാറില്ല. അപ്പോൾ ആദ്യം ചെറുതായിട്ട് മുകളിലും താഴെയായിട്ട് ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക, എന്നിട്ട് ഉള്ളിൽ നല്ലപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാൻ അധികവും ബ്ലാക്ക് കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ബ്ലാക്ക് കളർ കൊണ്ടാണ് തൃപ്തി വരുന്നത്. ചിലർ പറയാറുണ്ട് ആർട്ടിഫിഷ്യലായി തോന്നും ബ്രൗൺ കളറൊക്കെ യൂസ് ചെയ്യണമെന്ന്. പക്ഷേ എനിക്ക് പേഴ്സണലി ബ്ലാക്ക് കളർ തന്നെയാണ് ഇഷ്ടം. അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് എനിക്ക് തോന്നാറില്ല. ആർട്ടിഫിഷ്യലായിട്ട് തോന്നിയാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമാണ് ഐബ്രോ അങ്ങനെ ഫില്ല് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് കളർ തന്നെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബ്ലാക്ക് ആർട്ടിഫിഷ്യലായി തോന്നുന്നുണ്ടെങ്കിൽ പാലറ്റിലെ ബ്രൗൺ കളർ എടുക്കാം. ഒരുപാട് ഫില്ല് ചെയ്യുന്നില്ലെങ്കിൽ ചെറുതായിട്ടെങ്കിലും ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് ചീകി കൊടുക്കുക. ഫസ്റ്റ് ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് ഒരിക്കൽ ചീകി കൊടുക്കുക, ഫില്ല് ചെയ്തതിന് ശേഷം വീണ്ടും ചീകി കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ടുണ്ടാവും. കണ്ടില്ലേ, പിരികം ഫില്ല് ചെയ്തതിന് ശേഷം. അടുത്തത് നമുക്ക് കൺസീൽ ചെയ്യാം ഫേസ്. കൺസീൽ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. കൺസീൽ എന്ന് പറഞ്ഞാൽ എന്താ? കൺസീൽ ചെയ്യുക. ഫേസിൽ നമുക്ക് എന്തെങ്കിലും അൺഇവനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്, ബ്ലാക്ക് മോള്, അങ്ങനെ എന്തെങ്കിലും പാടുകൾ, ഇതൊക്കെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺസീലർ യൂസ് ചെയ്യുന്നത്. ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഞാൻ കൺസീൽ ചെയ്യുന്നുണ്ട്. കൺസീൽ നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്തെടുക്കാൻ പാടില്ല, അവിടെ ടാപ്പായിട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. കണ്ടോ, ഞാൻ പ്രോബ്ലംസ് ഉള്ള ഏകദേശ പ്ലേസിലും ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൺസീൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ണിൻ്റെ താഴെ എനിക്ക് വലുതായിട്ടൊന്നും കറുപ്പില്ല, ചെറുതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവിടെയും പിന്നെ ഞാനിപ്പോൾ അപ്പർ ലിപ്പിൻ്റെ അവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫേഷ്യൽ റെസർ കൊണ്ട് ഷേവ് ചെയ്തിട്ട് അവിടെ കുറച്ച് ഡാർക്ക് പോലെ, അതായത് നമ്മുടെ ഫേസിലെ കളറും അവിടുത്തെ കളറും തമ്മിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. അവിടെ വേറെ തന്നെ ഒരു കുറച്ച് കളറുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് കൺസീൽ ചെയ്യുന്നത്. ഇത് ഇൻസൈഡ് കോസ്മെറ്റിക്കിൻ്റെ ഒരു കൺസീലറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഫുൾ കവറേജ് കൺസീലറാണ്, അടിപൊളിയാണ്. നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ മുഖത്തിലെ പാടുകൾ മൊത്തം ഹൈഡ് ചെയ്യുന്നുണ്ട്. ഫുൾ കവറേജ് ആയതുകൊണ്ട് തന്നെ ഫുൾ ഹൈഡാക്കുന്നുണ്ട്, അടിപൊളിയാണ്. അതിനുശേഷം ഒരു വെറ്റ് മേക്കപ്പ് സ്പോഞ്ച് കൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതാക്കിയെടുക്കുന്നില്ല, നിങ്ങൾ കണ്ടില്ല, ടാപ്പ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഫൗണ്ടേഷൻ ആയാലും കൺസീലർ ആയാലും ഇപ്പോൾ ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നത് പോലെ ബ്ലെൻഡ് ചെയ്യാൻ പാടുള്ളൂ. നല്ലപോലെ ബ്ലെൻഡ് ചെയ്യണേ. നമ്മൾ എന്ത് ഫേസിൽ അപ്ലൈ ചെയ്താലും നല്ലപോലെ ബ്ലെൻഡ് ചെയ്യണം. കൺസീലർ ഞാൻ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. മേക്കപ്പ് ബ്രഷിനേക്കാളും എന്നും നല്ലത് മേക്കപ്പ് സ്പോഞ്ചാണ്. അതുകൊണ്ട് നിങ്ങൾ മേക്കപ്പ് സ്പോഞ്ച് വാങ്ങുന്നതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഈ വീഡിയോ കണ്ടിട്ട് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഡൗട്ടൊക്കെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഞാൻ പരമാവധി റിപ്ലൈ തരാം നിങ്ങൾക്ക്. കണ്ണിൻ്റെ ഇടയിൽ നല്ലപോലെ ഞാൻ മേക്കപ്പ് സ്പോഞ്ചിൻ്റെ പിറകു ഭാഗം കൊണ്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലപോലെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ബ്ലെൻഡ് ചെയ്താൽ മാത്രമേ കറക്റ്റ് ആവുള്ളൂ. അടുത്തതായി നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഇതൊരു സ്റ്റിക്ക് ഫൗണ്ടേഷനാണ്, അഫോർഡബിളാണ്, മൈഗ്ലാമിൻ്റെയാണ്.
ഇത് ഞാൻ കയ്യിൽ കുറച്ച് എടുത്തിട്ട് കയ്യിൽ നിന്നാണ് മേക്കപ്പ് സ്പോഞ്ചിലാക്കിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. അതാണ് നല്ലത്. പ്രോഡക്റ്റ് നേരെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഫേസിൽ ഇട്ടിട്ട് ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. ഇന്ന് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. കയ്യിൽ എടുത്തിട്ട് കയ്യിൽ നിന്ന് മേക്കപ്പ് സ്പോഞ്ച് കൊണ്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മേക്കപ്പ് ഒരുപാട് ഇടാനൊന്നും ആഗ്രഹമില്ലാത്തവർക്ക്, ഇഷ്ടമല്ലാത്തവർക്ക് ഇതുപോലെ ചെയ്താൽ നല്ലതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് സ്റ്റിക്ക് ഫൗണ്ടേഷൻ ഇഷ്ടമില്ലെങ്കിൽ ലിക്വിഡ് ഫൗണ്ടേഷൻ വാങ്ങാം. ഫൗണ്ടേഷൻ തന്നെ ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് BB ക്രീം, CC ക്രീമൊക്കെ അവൈലബിൾ ആണ്. അത് വാങ്ങിയിട്ടിടാം. ഫൗണ്ടേഷൻ തന്നെ ഇടണമെന്നില്ല. ഓക്കെ, ഫൗണ്ടേഷൻ പകരം BB ക്രീമോ CC ക്രീമോ അപ്ലൈ ചെയ്താൽ മതിയാവും. അതിനുശേഷം ഞാൻ പൗഡർ കൊണ്ടൊന്ന് സെറ്റ് ചെയ്യാണ്. കണ്ണിന് മീതെ, പിന്നെ അപ്പർ ലിപ്സിൻ്റെ അവിടെയായിട്ട്, പിന്നെ താടീൻ്റെ അവിടെയായിട്ട്, മൂക്കിൻ്റെ അവിടെയായിട്ട് നമുക്ക് ഒരുപാട് ഓയിലി ആക്കുന്ന പ്ലേസിൽ വേണം ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫുൾ സെറ്റ് ചെയ്യുന്നവർക്ക് ഫുൾ സെറ്റ് ചെയ്യാം. പക്ഷേ ഗ്ലോയി ഡ്യൂയി ലുക്ക് നിങ്ങൾക്ക് തരൂല. മാറ്റി ലുക്കായിരിക്കും തരുന്നത്. മാറ്റി ലുക്ക് വേണമെന്നുള്ളവർക്ക് ഫേസ് ഫുള്ള് ഈ പൗഡർ കൊണ്ട് സെറ്റ് ചെയ്യാം. പക്ഷേ എനിക്കിഷ്ടമല്ല. ബിഗിനേഴ്സായ നിങ്ങൾ ആരെങ്കിലും ഡ്യൂയി ഗ്ലോയി ലുക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും പൗഡർ കൊണ്ട് ഫേസ് മുഴുവനും സെറ്റാക്കരുത്. ഞാനിപ്പോൾ സെറ്റാക്കുന്നത് പോലെ മാത്രം സെറ്റ് ചെയ്യുക. അതേപോലെ മാറ്റി ലുക്ക്, അതായത് ഡ്യൂയി ഒന്നും വേണ്ട ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഫുൾ ഫേസിൽ നിങ്ങൾക്ക് പൗഡർ കൊണ്ട് സെറ്റ് ചെയ്യാം. മനസ്സിലായല്ലോ? നമ്മൾ പൗഡർ യൂസ് ചെയ്യുന്നത് ഫേസിലെ ഓയിലൊക്കെ കൺട്രോൾ ചെയ്തിട്ട് സെറ്റാക്കി നിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പൗഡർ നമ്മൾ ഫുൾ യൂസ് ചെയ്താൽ എന്താവും? ഫേസിലെ ഗ്ലോനെസ്സൊക്കെ പോവും. അപ്പോൾ ഓയിലി ഫേസിലധികം കാണാൻ പാടില്ല എന്നുള്ളവർക്ക് പൗഡർ കൊണ്ട് സെറ്റ് ചെയ്യാം. അതിനുശേഷം ഞാൻ ഐ ഷാഡോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഐ ഷാഡോ പാലറ്റിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ചെറിയൊരു ന്യൂഡ്, എൻ്റെ ഡ്രസ്സിൻ്റെ ആ ഒരു കളറ് എടുത്തിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഈ ഐ ഷാഡോ പാലറ്റ് ഞാൻ കോംബോ ഓഫറിൽ വാങ്ങിയതാണ്. ഒരുപാട് പൈസയൊന്നുമില്ല, അഫോർഡബിൾ റേറ്റിന് വാങ്ങിച്ചതാണ്. മീഷോന്ന് വാങ്ങിച്ചതാണ്. കോഡൊക്കെ വേണമെങ്കിൽ ആർക്കെങ്കിലും എന്നോട് ചോദിക്കാൻ ഞാൻ തരാം. ഐ ഷാഡോ പാലറ്റൊന്നും വാങ്ങാത്തവരാണെങ്കിൽ ലിപ്സ്റ്റിക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ലിപ്സ്റ്റിക്ക് ജസ്റ്റ് കുറച്ച് എടുത്തിട്ട് ഐ ഷാഡോ ആയിട്ട് അപ്ലൈ ചെയ്താലും മതി. മുമ്പേക്ക് ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഇപ്പോൾ ആണ് വേറെ തന്നെ ഐ ഷാഡോ പാലറ്റൊക്കെ വാങ്ങിച്ചിട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്. കൺപോളകളിൽ അപ്ലൈ ചെയ്തതുപോലെ കണ്ണിൻ്റെ താഴെയും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ കണ്ണ് നല്ലപോലെ ഭംഗിയായിട്ട് കാണിക്കും. ഇങ്ങനെ ചെയ്താൽ, ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം, അടിപൊളിയാണ്. ഈ ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്ന ബ്രഷ് കൊണ്ട് എനിക്ക് താഴെ ഭാഗത്ത് കണ്ണിൻ്റെ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റാറില്ല. ഇത് കുറച്ചൊരു വലിയൊരു ബ്രഷല്ലേ. മേക്കപ്പ് ബ്രഷൊക്കെ ഞാൻ ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ എത്ര വാങ്ങിച്ചാലും ഏതെങ്കിലും ഒരു ബ്രഷ് അതിൽ മിസ്സാവും. ഒരുപോലത്തെ ബ്രഷ് തന്നെ ഒരുപാടുണ്ടാവും. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ബ്രഷസ് ഒന്നും ഉണ്ടാവാറില്ല. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള മേക്കപ്പ് ബ്രഷൊക്കെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. കണ്ടില്ലേ ഐ ഷാഡോ അപ്ലൈ ചെയ്യുമ്പോഴുള്ള കണ്ണിൻ്റെ ഡിഫറൻസ്. അടുത്ത് നമുക്ക് കാജൽ അപ്ലൈ ചെയ്യാം. ഇത് ADSൻ്റെ കാജലാണ്. ഒരുപാട് റിവ്യൂസ് ഞാൻ നോക്കി. അതിലൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളത് കൊള്ളില്ല എന്നൊക്കെയാണ്. പക്ഷെ ഞാൻ വാങ്ങിച്ചിട്ടാകുമ്പോൾ എനിക്കങ്ങനെ കൊള്ളില്ല എന്നൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു റിവ്യൂ അതിലവരിട്ടതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു 12 പാക്ക് ഓഫ് 12 വരുന്ന കോംബോ ആണ് ഞാൻ പലതരത്തിലുള്ള കളറുള്ള കാജലാണ് ഞാൻ ഓർഡർ ചെയ്തത്. ലിപ് ലൈനറായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ എനിക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടമായി. പക്ഷെ എന്തുകൊണ്ടതിൽ ഒരുപാട് പേര് ഇഷ്ടമല്ല എന്ന് പറഞ്ഞതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. അടിപൊളിയാണ് എന്തായാലും. അതിനുശേഷം മസ്കാര, കാജൽ അപ്ലൈന് ശേഷം മസ്കാര. ഏതെങ്കിലും ഒരു നല്ല ഐടെക്സിൻ്റെ ഒക്കെ മസ്കാര വില കുറഞ്ഞ് കിട്ടുന്നുണ്ട്, അഫോർഡബിളിൽ കിട്ടുന്നുണ്ട്. മാർസിൻ്റെ അഫോർഡബിൾ തന്നെയാണ്, പക്ഷെ അതിനേക്കാൾ അഫോർഡബിളാണ് ഐടെക്സിൻ്റെ. കോംബോ ഓഫറിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. 100 സംതിങ്ങേ ഉള്ളൂ, 2 എണ്ണം കിട്ടും. അതും ഞാൻ അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ ഏട്ടൻ്റെ ഭാര്യൻ്റെ കയ്യിലുണ്ട്. ഒരു പ്രാവശ്യം ഞാൻ വീട്ടിൽ പോയപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. വലിയ പൈസയൊന്നും മേക്കപ്പ് പ്രോഡക്റ്റിന് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന അഫോർഡബിളായിട്ടുള്ള പ്രോഡക്റ്റ്സൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. നല്ല പ്രോഡക്റ്റ്സുമാണ്, ബ്രാൻഡാണെന്നതൊക്കെ വലിയ റേറ്റും ഇല്ലല്ലോ. അതിനുശേഷം ബ്ലഷ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് മീഷോയിൽ നിന്ന് വാങ്ങിച്ച ബ്ലഷാണ്. ഒരു പീച്ച്, പിങ്ക് അല്ല പീച്ച്. ഫസ്റ്റൊന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. കാരണം ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് കാണുമായിരുന്നു. ഇപ്പോൾ അത് കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട്. അതെന്താണെന്നറിയില്ല.
ഇപ്പോൾ ശരിയായി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അധികവും ഈ ഒരു ബ്ലഷ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ബ്ലഷ്, കുഴപ്പമില്ല. ഇതിൻ്റെ സ്മെല്ല് അടിപൊളിയാണ് കേട്ടോ. ഞാൻ നേരത്തെ ഫൗണ്ടേഷനും കൺസീലറൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള സ്പോഞ്ച് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് തന്നെയല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് ഒരേ സ്പോഞ്ചൊക്കെ യൂസ് ചെയ്താൽ മതി, വേറെ വേറെ യൂസ് ചെയ്യേണ്ട. ഞാൻ ഇന്ന് അധികം ബ്രഷ് എടുക്കുന്നില്ല, മേക്കപ്പ് സ്പോഞ്ച് കൊണ്ട് തന്നെയാണ് എടുക്കുന്നത്. ഒരു വെറ്റ് മേക്കപ്പ് സ്പോഞ്ച് കൊണ്ടായിരിക്കണം നിങ്ങൾ ഫൗണ്ടേഷനൊക്കെ ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത്, ഡ്രൈ സ്പോഞ്ച് കൊണ്ടല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ADSൻ്റെ കാജൽ പ്ലസ് ലിപ്പ് ലൈനർ, അതിനെ കൊണ്ടാണ് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. പലതരം കളേഴ്സ് ഉണ്ടായിരുന്നു അതിൽ. വൈറ്റ് കളേഴ്സ് എനിക്ക് കിട്ടിയില്ല, എൻ്റെ എന്താ പറയുക ഭാഗ്യക്കേട് എന്ന് പറയാം. എനിക്ക് വൈറ്റ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കണ്ണിൻ്റെ ഉള്ളിൽ വാട്ടർ ലൈനിൽ വൈറ്റ് കാജൽ എഴുതണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടായിരുന്നു ആ കോംബോ ഓർഡർ ചെയ്തത്. പക്ഷേ വൈറ്റ് കളർ മാത്രമല്ല, ബാക്കി എല്ലാ കളറും ഉണ്ട്. അപ്പോൾ അതിൽ കിട്ടിയ ഒരു ലൈനർ കൊണ്ടാണ് ഞാൻ ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. അടിപൊളിയാണ്, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാനെല്ലാം ഉള്ളതുപോലെ പറയുന്ന ഒരാളായതുകൊണ്ട് ഞാനൊന്നും ഉണ്ടാക്കി പറയാറില്ല. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമായിട്ടാണ്. നിങ്ങൾക്കൊന്ന് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. ADSൻ്റെ 12 പാക്ക് വരുന്ന ഈ ഒരു കാജൽ പ്ലസ് ലിപ്പ് ലൈനറിൻ്റെ ഓക്കെ. അതിനുശേഷം ഇതിൻ്റെ കയ്യിൽ ഇപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ, മാർസിൻ്റെ ഒരു ന്യൂഡ് ക്രീമി ആൻഡ് സോഫ്റ്റ് ലിപ്സ്റ്റിക്കാണ് ഇത്. അടിപൊളിയാണ് ഇത്. നല്ല നമുക്ക് ഇങ്ങനെ ക്രീം ഇട്ട പോലെ ഇങ്ങനെ ക്രീമി ആയിട്ട് വരും, അത്രയ്ക്ക് നല്ലതാണ്. ന്യൂഡ് കളറാണ്, ചെറിയൊരു പിങ്ക് കളർ വരുന്നത്, അതായത് ന്യൂഡിൽ ചെറിയ പിങ്ക്. അടിപൊളിയാണ്. നിങ്ങൾ കോളേജ് സ്റ്റുഡൻറ്റോ സ്കൂൾ സ്റ്റുഡൻറ്റോ ആണെങ്കിൽ ഈ ഒരു ലിപ്സ്റ്റിക്ക് അടിപൊളിയായിരിക്കും, പക്ഷെ ലോങ് ലാസ്റ്റിംഗ് അല്ല. അതിനുശേഷം നമുക്ക് ചെറിയൊരു പൊട്ട് കുത്തി കൊടുക്കാം. ചെറിയൊരു ഐലൈനർ പൊട്ട് കുത്തി കൊടുക്കുന്നുണ്ട് ഞാൻ. എനിക്ക് ഉള്ളതിൽ ഏറ്റവും ചെറിയ കുറിയാണ് ഞാൻ എന്നും സെലക്ട് ചെയ്യുക. അപ്പോൾ ഐലൈനർ കൊണ്ട് ചെറിയൊരു പൊട്ട് നിൽക്കട്ടെ. അതിനുശേഷം നമുക്ക് ഫേസ് മൊത്തം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇത് NYBൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ്. സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ആ ഫേസിലെ ഗ്ലോ. ഇനി ഈ മേക്കപ്പ് ഒന്നും അനങ്ങൂല. നിങ്ങൾ പുറത്ത് എവിടെ പോയിട്ട് വന്നാലും ഈ മേക്കപ്പ് അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ മേക്കപ്പൊക്കെ ഫിനിഷായിട്ടുണ്ട്, അടിപൊളിയായി അല്ലേ? ബിഗിനേഴ്സിനൊക്കെ ഹെൽപ്പായി ഞാൻ വിചാരിക്കുന്നു. ലുക്ക് ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്പായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹെൽപ്പ് ആയെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.